ഒരു ഡച്ച് സേനാനായകൻ തിരുവിതാംകൂർ രാജ്യത്തിന്റെ സേനാനായകനായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ഇല്ലെങ്കിൽ വിശ്വസിക്കപ്പെടുത്തുള്ളൂ. ആ ഒരു സ്റ്റോറിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് 30 Days 30 Stories എല്ലാവർക്കും പഠിക്കണം. നമസ്കാരം. അപ്പോൾ 30 ദിവസം 30 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. 1741 തിരുവിതാംകൂറും ഡച്ചും തമ്മിലുള്ള ഒരു കുളച്ചൽ യുദ്ധം നടക്കാണ്. അതിൽ ഡച്ചുകാരെ തോൽപ്പിച്ച് തിരുവിതാംകൂർ അവരുടെ സേനാനായകനായിട്ടുള്ള യൂസ്റ്റാക്യസ് ഡി ലെനോയെ പിടികൂടുന്നു. അങ്ങനെ ഇദ്ദേഹം തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഒരു സേനാനായകനായി. ഏകദേശം 40 വർഷത്തോളം ഇദ്ദേഹം തിരുവിതാംകൂറിന് വേണ്ടി സേവനമനുഷ്ഠിച്ചു. അദ്ദേഹം സേനാനായകനായതുകൊണ്ട് തന്നെ യൂറോപ്യൻ തന്ത്രങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം തിരുവിതാംകൂറിനെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. യൂറോപ്യൻ തന്ത്രത്തിലുള്ള ആയുധങ്ങളും കോട്ടകളും അദ്ദേഹം അവിടെ പണിതു. ഇദ്ദേഹം സേനാനായകനായതുകൊണ്ട് തന്നെ ഒരുപാടധികം ഫലങ്ങൾ തിരുവിതാംകൂർ രാജ്യത്തിനുണ്ടായി. ഒരു യൂറോപ്യൻ ശക്തിയെ നേരിട്ടൊരു യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന ഏക ഇന്ത്യൻ രാജ്യമായി തിരുവിതാംകൂർ മാറി. അതുപോലെ തന്നെ ഒരുപാടധികം യുദ്ധങ്ങളിൽ തിരുവിതാംകൂർ ജയിച്ചിട്ടുണ്ട്. ഡച്ചുകാരനൊരു വ്യക്തി തിരുവിതാംകൂറിനെ തോൽപ്പിക്കാൻ വന്നൊരു വ്യക്തി അവസാനം തിരുവിതാംകൂറിന്റെ രക്ഷകനായി മാറിയ ഒരു കഥയാണിത്. അപ്പോൾ എന്ത് തോന്നുന്നു ഇതിനെ പറ്റിയിട്ട്? എന്തായാലും താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ആണ്. ഡു ഫോളോ.